കർഷകരുടെ പ്രതീക്ഷകളിൽ കണ്ണീരുപ്പ് കലർത്തി വലിയപറമ്പ് മാടക്കാലിലെ കൃഷിയിടങ്ങളിൽ ഒരു ജലഭീഷണി. വയലുകളിൽ ഉപ്പുവെള്ളം കയറി കിഴങ്ങുകളും പച്ചക്കറികളും കൃഷി ചെയ്തവർക്ക് വലിയ നഷ്ടമാണ് ഇത്തവണ സംഭവിച്ചിരിക്കുന്നത്. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ. ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. മാടക്കാൽ ദ്വീപിനെ പതിയെ പതിയെ ഉപ്പുവെള്ളം വിഴുങ്ങാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഒരു കാലത്ത് നെൽകൃഷിയും പച്ചക്കറി കൃഷിയും സജീവമായിരുന്ന മാടക്കാൽ ഗ്രാമത്തിൽ അവസാനമായി ശേഷിച്ച കൃഷിയോഗ്യമായ പ്രദേശങ്ങളിലൊന്നാണ് കിഴക്കൻ തീരദേശമായ മുള്ളിപ്പുഴ. കൃഷിയിറക്കുന്നവർക്ക് മികച്ച വിളവ് തിരിച്ചു നൽകുന്ന മണ്ണിൽ പ്രതീക്ഷയർപ്പിച്ച് ഇത്തവണയും നാട്ടുകാർ വലിയ തോതിലാണ് കൃഷിയിറക്കിയത്. എന്നാൽ രാത്രിയിലുണ്ടാകുന്ന അസാധാരണമായ വേലിയേറ്റത്തിൽ കൃഷിയിടങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. സ്വന്തം അധ്വാനത്തിന് പുറമെ നിലമൊരുക്കാനും വളപ്രയോഗത്തിനുമായി മുതലിറക്കിയ പണവും ഉപ്പുവെള്ളം കൊണ്ടുപോയി. പുലർച്ചെ 3 മണി മുതലാണ് വെള്ളം കയറി തുടങ്ങുന്നത്. 6 മണിയോടെ വെള്ളം പൂർണ്ണമായും കൃഷിയിടം മൂടും. ഏക്കർ കണക്കിന് കൃഷി ഇതിനോടകം തന്നെ കരിഞ്ഞുണങ്ങി. ഓരുവെള്ളത്തിന്റെ അതിപ്രസരത്തിൽ തഴച്ചു വളരുന്ന മറ്റ് കൃഷിവിളകളും വാടി മഞ്ഞളിച്ചു. നമ്മൾ കപ്പ, ചീര, കിഴങ്ങ്, വെള്ളരി എല്ലാം ചെയ്യുന്ന നമ്മളിവിടെ അറിയില്ല. രാത്രി ഉറങ്ങി രാവിലെ ആകുമ്പോൾ വെള്ളമാകെ കയറിയിട്ടുണ്ട്. ഒരു 7-6 ആകുമ്പോൾ വന്ന് നോക്കുമ്പോൾ ആകെ മൊത്തം വെള്ളം മൂടി എല്ലാം നിറഞ്ഞു. ഉപ്പുവെള്ളം കയറുന്നത് തുടർന്നാൽ പ്രദേശത്തെ അവസാന പുൽനാമ്പ് കൂടി കരിഞ്ഞുണങ്ങുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. അപ്പോൾ ഇത് പെട്ടെന്നൊരു വേലിയേറ്റത്തിന് ഒരുപാട് ഉപ്പുവെള്ളം കയറി മൊത്തം നശിച്ചില്ല. ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്ഥലത്ത് കൾബർട്ട് സ്ഥാപിച്ചിട്ടില്ല. ഒരു സ്ഥലത്ത് ഏകദേശം ഈ തീരദേശം ഒരു 10 കൾബർട്ടോളം വേണ്ടി വരും. അതിന് ഒരു കൾബർട്ട് എന്തായാലും സ്ഥാപിക്കണം എന്നുള്ളതാണ്. ഈ മൊത്തം കൾബർട്ട് സ്ഥാപിച്ചാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. വെള്ളരിയും മധുരക്കിഴങ്ങുമാണ് പ്രദേശത്തെ പ്രധാന ഇടവിള കൃഷിയെങ്കിലും ചീരയും വാഴയും കപ്പയുമെല്ലാം ഇവിടെ മികച്ച വിളവാണ് നൽകുന്നത്. മഞ്ഞുകാലമായാൽ വ്യക്തികളും സംഘങ്ങളും സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷിയിറക്കും. പ്രാദേശികമായി തന്നെയാണ് വിളകൾ ഏറെയും വിറ്റുപോകുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.